ഇന്ന് നമുക്ക് ഒരു കോൺവെർസേഷൻ, അതായത് ഒരു സംഭാഷണം പഠിക്കാം. ഇതിനു മുമ്പ് കോൺവെർസേഷൻ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് കോൺവെർസേഷൻസ് എന്ന പേരിലെ ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. ഇതുപോലെ കോൺവെർസേഷൻസ് പഠിപ്പിക്കുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കോൺവെർസേഷൻ തുടങ്ങാം. വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. ഡേവിഡ് എന്ന പേരുള്ള ഒരാളെ അദ്ദേഹം ജോലി ചെയ്യുന്ന ഓഫീസിലെ മാനേജർക്ക് വിളിച്ചിട്ട് പറയണേ, എനിക്കിന്ന് ജോലിക്ക് വരാൻ കഴിയില്ല. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ കാൺട്ട് കം ടു വർക്ക് ടുഡേ. എങ്ങനെയാണ്? ഐ കാൺട്ട് കം ടു വർക്ക് ടുഡേ. എനിക്കിന്ന് ജോലിക്ക് വരാൻ കഴിയില്ല. ഐ കാൺട്ട് കം എന്ന് പറഞ്ഞാൽ എനിക്ക് വരാൻ കഴിയില്ല. ടു വർക്ക് ജോലിക്ക്, ടുഡേ ഇന്ന്, എനിക്കിന്ന് ജോലിക്ക് വരാൻ കഴിയില്ല. അപ്പോൾ മാനേജർ ചോദിക്കുകയാണ്, എന്തു പറ്റി, അല്ലെങ്കിൽ എന്താണ് പ്രയാസം? എങ്ങനെ ചോദിക്കുക? വാട്ട്സ് റോങ്. വാട്ട്സ് റോങ്, എന്തു പറ്റി, അല്ലെങ്കിൽ എന്താണ് പ്രയാസം? വാട്ട്സ് റോങ് അല്ലെങ്കിൽ വാട്ട്സ് റോങ് വിത്ത് യു എന്നതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവർ അത് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഡേവിഡ് പറയണേ, എനിക്ക് നല്ല സുഖമില്ല. എനിക്ക് നല്ല സുഖമില്ല. എങ്ങനെ പറയാം? ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. എനിക്ക് നല്ല സുഖമില്ല. അപ്പോൾ മാനേജർ പറയണേ, ശരി, ഞാൻ ബോസിനെ വിവരം അറിയിക്കാം. എങ്ങനെ പറയും? ഓക്കെ, ഐ വിൽ ലെറ്റ് ദ ബോസ് നോ. ഓക്കെ, ഐ വിൽ ലെറ്റ് ദ ബോസ് നോ. ഞാൻ ബോസിനെ വിവരം അറിയിക്കാം. അപ്പോൾ ഡേവിഡ് പറയണേ, എന്നോട് ക്ഷമിക്കണം, ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എങ്ങനെ പറയാം? ഐ ആം സോറി. ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണം. എന്തിനാണ് ഡേവിഡ് ഇവിടെ ക്ഷമ ചോദിക്കുന്നത്? ഡേവിഡിന് ജോലിക്ക് വരാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് ക്ഷമ ചോദിക്കുന്നത്. അപ്പോൾ മാനേജർ പറയണേ, ക്ഷമ ചോദിക്കൊന്നും വേണ്ട, നല്ലോണം റെസ്റ്റ് എടുക്ക്. ഡോണ്ട് ബി സോറി, ജസ്റ്റ് ഗെറ്റ് എ ലോട്ട് ഓഫ് റെസ്റ്റ്. ഡോണ്ട് ബി സോറി എന്ന് പറഞ്ഞാൽ ക്ഷമ ചോദിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഗെറ്റ് എ ലോട്ട് ഓഫ് റെസ്റ്റ്, നല്ലോണം റെസ്റ്റ് എടുക്ക്. ഇവിടെ ഗെറ്റ് എന്ന വാക്കിനെ എടുക്ക് എന്നാണ് അർത്ഥം. എ ലോട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നല്ലോണം അല്ലെങ്കിൽ ധാരാളം റെസ്റ്റ്. അപ്പോൾ നല്ലോണം അല്ലെങ്കിൽ ധാരാളം റെസ്റ്റ് എടുക്ക്. ഈ കോൺവെർസേഷനിൽ നമ്മൾ പഠിച്ച സെൻറ്റൻസുകൾ ഉപയോഗിച്ച് ഇതുപോലെ ധാരാളം സെൻറ്റൻസുകളെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ പറയാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ കുറച്ച് മലയാളം സെൻറ്റൻസുകൾ തരാം. നിങ്ങൾ അതിനെ ഒന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റി നോക്കൂ. 1, ഞങ്ങൾക്ക് നിൻ്റെ വീട്ടിലേക്ക് വരാൻ കഴിയില്ല. 2, എൻ്റെ അച്ഛന് നല്ല സുഖമില്ല. 3, ഞാൻ നിന്നെ അറിയിക്കാം. 4, ഞാൻ നല്ലോണം റെസ്റ്റ് എടുത്തു. 5, അദ്ദേഹത്തിന് നിന്നെ സഹായിക്കാൻ കഴിയില്ല. 6, ഞങ്ങൾക്ക് നല്ല സുഖമില്ല. 7, ഞങ്ങൾ നിൻ്റെ അച്ഛനെ അറിയിക്കാം. 8, നീ നല്ലോണം റെസ്റ്റ് എടുത്തോ. ഈ സെൻറ്റൻസുകളെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കുക. ഇതിൻ്റെ ശരിയായ സെൻറ്റൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് പറഞ്ഞു നോക്കിയതിന് ശേഷം ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.